ദൈവത്തിന്റെ നിമിഷത്തിന്റെ ആവശ്യം അത് തന്നെയാണ്. If you read 2 Corinthians chapter 2 and verse 17, 2 കൊരിന്ത്യർ 5:17 വായിക്കുമ്പോൾ, there are many who corrupt the word of God. ദൈവവചനത്തോട് മായം ചേർക്കുന്നവർ അനേകരുണ്ട് എന്ന് നാം കാണുന്നു. They have diluted the teachings of God's word. ദൈവവചനത്തിന്റേതായിട്ടുള്ള ആ ശക്തി കെടുത്തി അതിനെ ലഘൂകരിച്ചിരിക്കുന്നു. They are living a compromised life. ഒരു പുത്തുവരുത്ത അനുരഞ്ജന ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നു. Beloved, the encouragement in the last days to Timothy was preach the word. പ്രിയമുള്ളവരെ, അന്ത്യ കാലത്തിന്റെ അടിസ്ഥാനത്തിൽ പൗലോസ് തിമോഥെയോസിനെ ഏൽപ്പിക്കുന്നതായിട്ടുള്ള ഈ കൽപ്പന വചനം പ്രസംഗിക്കുക. This preaching which is required, we can call it expository preaching. ഈ പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗം, സുവിശേഷം പ്രസംഗിക്കുക. Opening up the word of God. അതായത് ദൈവത്തിന്റെ വചനത്തെ ഉള്ളതുപോലെ അത് പുറത്തേക്ക് കൊണ്ടുവരിക. Showing the beauty and the hidden riches there inside. ദൈവവചനത്തിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്നതായിട്ടുള്ള അതിന്റെ മനോഹാരിത, അതിന്റെ മനോഹരമായിട്ടുള്ള സത്യങ്ങൾ പുറത്തു കൊണ്ടുവരിക. Knowing for sure that it is the word of God which is double-edged sword, only that is effective and will change the lives of men and women. ഒരു ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയ ഒരു ദൈവവചനമാണ് ഏത് വ്യക്തിയെയും മാറ്റുവാൻ, രൂപാന്തരപ്പെടുത്തുവാൻ കഴിവുള്ള ഒരു വചനം എന്നുള്ള രീതിയിൽ നാം പ്രസംഗിക്കുക. In these last days, whenever you and I have an opportunity, remember to preach the word of God. ഈ അന്ത്യകാലത്തിൽ ഈ ദുർഘട സമയത്ത് ജീവിക്കുമ്പോൾ അവസരം ലഭിക്കുമ്പോഴൊക്കെയും ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാനായിട്ട് ഒരുങ്ങുക. Which to Timothy only in the previous chapter he reminded. തിമോഥെയോസിനോട് തന്നെ മുൻപ് പ്രസ്താവിച്ചു that all scripture is inspired by God. എല്ലാ ദൈവവചനവും ദൈവവിശ്വാസ്യമാണെന്ന് കണ്ടു. And it's profitable for 4 things. ഇത് 4 കാര്യങ്ങൾക്ക് ഉതകുന്നതാണ് ദൈവവചനം. It's profitable for doctrine, അത് ഉപദേശത്തിന്, for reproof, അത് ഗുണീകരണത്തിന്, for correction, തെറ്റ് തിരുത്തുന്നതിന്, and for training in righteousness, നീതിയിൽ അഭ്യസിക്കുന്നതിന് വേണ്ടി, that the man and woman of God may be complete and equipped for every good work. എല്ലാ സൽപ്രവർത്തിക്കും ദൈവത്തിന്റെ പുരുഷൻ, ദൈവത്തിന്റെ വ്യക്തി ഉതകുന്നതായി തീരുന്നതിന് വേണ്ടി. If at all we see weak and sickly believers in our assemblies, നമ്മുടെ സഭകൾ ക്ഷീണിച്ച ബലഹീനരായ വിശ്വാസികളുണ്ടെങ്കിൽ, it is because of the lack of preaching of the word of God. അതിന്റെ കാരണം ദൈവത്തിന്റെ വചനം വേണ്ട രീതിയിൽ പ്രസ്താവിക്കുവാനായിട്ടോ അത് പ്രസംഗിക്കുവാനായിട്ടോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. These days and much before this also, in my place or whether in your place, when I meet the youngsters, ഈ ദിവസങ്ങളിലും മുൻപുള്ള നാളുകളിലും ഞാനും മറ്റ് യുവാക്കളുമായിട്ട് യുവാക്കളുമായിട്ട് സന്ധിക്കുമ്പോൾ, I just want to encourage them to study the word of God. ഞാൻ അവരോട് പറയുവാനുള്ള കാര്യം ഇതാണ്, ദൈവത്തിന്റെ വചനം നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ അവരെ ഉത്സാഹിപ്പിക്കാം. Just putting my hand across some individuals, ഒരു വ്യക്തിയോട് തോളോട് തോൾ ചേർന്ന് I ask them to put off their instruments for a while. നിങ്ങളുടെ ഈ ഉപകരണങ്ങളൊക്കെയും അല്പനേരത്തേക്ക് മാറ്റി വയ്ക്കുവാൻ പറയും. Use the same effort to study the word of God. അതേ ഉത്സാഹം തന്നെ, അതേ പ്രവൃത്തി തന്നെ ഈ ദൈവവചനം പഠിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. Maybe when I have an opportunity sit with your children, ഒരു അവസരം കിട്ടുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് ചേർന്ന് നിങ്ങൾ ഇരിക്കുക. Take an opportunity to show the beauty of the scripture. ദൈവവചനത്തിന്റെ മനോഹാരിതയെ അവർക്കൊന്ന് പ്രസ്താവിച്ച് ഒന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. Making some connections and showing the illustration from the scripture. ദൈവവചനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള വിശദീകരണങ്ങളൊക്കെയും അവരെ ഒന്ന് അതിലേക്ക് അവരുടെ ശ്രദ്ധയെ ആകർഷിക്കുക. Dear parents, this is the need of the hour. പ്രിയ മാതാപിതാക്കളെ, ഈ സമയത്തിന്റെ ആവശ്യം അത് തന്നെയാണ്. And it is our duty in this perilous days to let the children and our people taste and see that the word of God is so beautiful. ദൈവത്തിന്റെ വചനം വളരെ രുചികരമായിട്ടുള്ളതാണെന്ന് അറിഞ്ഞ് അത് അനുഭവിച്ച് രുചിച്ചറിയുവാൻ തക്കവണ്ണം നമ്മളുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ യുവാക്കൾക്കും അവസരം ലഭിക്കേണ്ടതിന് വേണ്ടി നാം ഒരുങ്ങാം. We are proud of the heritage we have. Great men of God who preach solid doctrines. വളരെ ഒട്ടും മാറി മറിക്കുവാൻ കഴിയാത്തതായിട്ടുള്ള വലിയ ഉപദേശ സത്യങ്ങളൊക്കെയും നമുക്ക് നൽകി തന്ന നമ്മുടെ ദൈവത്തിന്റെ ദാസീദാസന്മാർ നമുക്ക് മുമ്പേ കടന്നുപോയി. Why not such people today? എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് ഇന്ന് ലഭിക്കാത്തത്? I can talk about KG Kurian sir. KG കുര്യൻ സാറിനെ കുറിച്ച് പറയുവാൻ കഴിയും. I can talk about K. Philip sir. Philip സാറിനെ കുറിച്ച് പറയുവാൻ കഴിയും. I can talk about VT Mathai sir. VT മത്തായി സാറിനെ കുറിച്ച് പ്രസ്താവിക്കുവാൻ കഴിയും. I can talk about MEC sir. ചെറിയാൻ സാറിനെ കുറിച്ച് പറയുവാൻ കഴിയും. I call them sir. You know why?
ഞാൻ അവരെ സാറെന്ന് ചേർത്ത് വിളിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് The അറിയാം? Lord gave them a great light of the scripture. ദൈവത്തിന്റെ വചനത്തിന്മേലുള്ള വലിയ പ്രകാശം ദൈവം അവർ കൊടുത്തു. And they lived for that. അതിനുവേണ്ടി അവർ ജീവിച്ചു. And that's why you and I are here today. ആയതിനാലാണ് നാം ഓരോരുത്തരും ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്. But why not from among us? Raising men and women who study the scripture and preach the scripture. എന്തുകൊണ്ട് നമ്മളുടെ ഇടയിൽ നിന്ന് തന്നെ ഇന്ന് ദൈവത്തിന്റെ വചനത്തെ പഠിപ്പിക്കുവാൻ കഴിവുള്ള പ്രാപ്തന്മാർ എഴുന്നേൽക്കുവാൻ കഴിയുന്നില്ല? He's told to Timothy, preach the word. പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നത് വചനം പ്രസംഗിക്കുക. Beloved, word of God is the need of the hour in these perilous days. പ്രിയമുള്ളവരെ, ഈ ദുർഘട സമയത്ത് ദൈവത്തിന്റെ വചനമാണ് ഏറ്റവും ആവശ്യമായിരിക്കുന്ന വസ്തുത. Look at the next one. Be instant in season and out of season. രണ്ടാമത്തെ വാക്യത്തിൽ സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കാം. What do you mean by that? അതിന്റെ അർത്ഥം എന്താണ്? When you have opportunity or you do not have opportunity, seize it and preach the word. അവസരം ലഭിച്ചുവെങ്കിലോ ലഭിച്ചില്ല എങ്കിലോ അവസരം കവർന്നെടുത്ത് അവസരം ഉണ്ടാക്കി ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുക. Don't wait for a favorable opportunity. ഒരു നല്ല കാലം, ഒരു സമയം വരട്ടെ എന്ന് ഓർത്ത് അതിനുവേണ്ടി കാത്തിരിക്കേണ്ട. Don't stack your messages. When you get pulpit, you will start blasting. നമ്മുടെ മെസ്സേജസ് എല്ലാം ഇങ്ങനെ ഒരുക്കി വെച്ചിട്ട് സമയം കിട്ടുമ്പോൾ ഇതെല്ലാം പ്രസംഗിച്ചേക്കാമെന്ന് ചിന്തിക്കണ്ട. Use it at every smaller opportunity God gives to you and me. എനിക്കും നിങ്ങൾക്കും ദൈവം നൽകി തരുന്ന ഓരോ ചെറിയ ചെറിയ അവസരങ്ങളും അതിനുവേണ്ടി ഉപയോഗിക്കാം. Maybe in your home you can talk to your children. When they sit, they rise up. അവര് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ആ അവസരങ്ങൾ ഉപയോഗിക്കാം. Well, we think, it's written in Deuteronomy chapter 6 and it is applicable to Moses and people of Israel and the law. That time is gone. നാം ഒരുപക്ഷെ ചിന്തിച്ചേക്കാം, ആവർത്തന പുസ്തകത്തിൽ മോശ ആ കാലത്ത് ജീവിച്ചിരിക്കുന്നവരോട് എഴുതിയാണ്, നമുക്ക് ഇതിൽ യാതൊരു കാര്യവുമില്ല എന്ന് ചിന്തിച്ചേക്കാം. In most of the houses, no scripture being hung on the walls. അനേക ഭവനങ്ങളിലും ഈ ദൈവത്തിന്റെ വചനം അവരുടെ ചുവരുകളിൽ പതിച്ചതായിട്ട് കാണുന്നില്ല. You may have a good paintings hung there for thousands of dollars. ആയിരക്കണക്കിന് ഡോളർ കൊടുത്ത് നല്ല മനോഹരമായ ഒരു പെയിന്റിംഗ്, ഒരു ആർട്ട് വർക്ക് അവിടെ തൂക്കിയേക്കാം. That will become more beautiful if you have one verse written on that. എന്നാൽ അതിന് മനോഹാരിത കൂട്ടുവാനായിട്ട് ദൈവത്തിന്റെ വചനത്തിലെ ഒരു വാക്യത്തിന് സാധിക്കും. In this perilous day is the word of God need to be communicated at every step of our life. ഈ ദുർഘട സമയത്ത് ദൈവത്തിന്റെ വചനം അവസരം കിട്ടുമ്പോഴൊക്കെയും അത് അറിയിച്ചു കൊടുക്കുവാൻ, അത് വിളംബരം ചെയ്യുവാൻ നാം ഒരുങ്ങണം. And he says in the same charge, he says, reprove, rebuke, exhort with long suffering and doctrine. അതേ വാക്യത്തിൽ തന്നെ പൗലോസ് പറയുന്ന സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. That means speak the truth. അതിന്റെ അർത്ഥം സത്യം സംസാരിക്കുക. Speak it straight forward. സത്യം നേരെ അറിയിക്കുക. Straight without favor of men. മനുഷ്യന്റെ മുഖത്ത് നോക്കാതെ സത്യം നേരിട്ട് അറിയിക്കുക. Know that this is a charge of God given to you. അത് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നതായിട്ട് കൽപ്പന എന്നുള്ള രീതിയിൽ അറിയിക്കുക. Today the messages which are spoken, ഇന്ന് നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള അഥവാ അറിയിക്കുന്നതായിട്ടുള്ള ദൂതുകളൊക്കെയും sometimes mostly the messenger himself is not aware of what he is speaking. ഇന്ന് സംസാരിക്കുന്ന വ്യക്തിക്ക് തന്നെ താൻ എന്താണ് കൊടുക്കുന്നതെന്ന് അറിയാതെയാണ് സംസാരിക്കുന്നത്. Because getting a message has become so easy these days. കാരണം ഈ കാലഘട്ടത്തിൽ ഒരു ദൂത് ലഭിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടില്ല. You don't have to even read your Bible. ദൈവവചനം വായിക്കേണ്ടതിന്റെ ആവശ്യവുമില്ല. You don't need even reading the books. ഈ നമ്മൾ പുറത്ത് കാണുന്ന പുസ്തകങ്ങളുടെ ആവശ്യമില്ല. You just go to so and so site. ഒരു വെബ്സൈറ്റിലേക്ക് പോവുക. Everybody has their favorite sites. ഓരോരുത്തർക്കും അവരുടെ പ്രിയമായിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്. Press a click and get a message. ഒരു ക്ലിക്കിൽ ഒരു മെസ്സേജ് കിട്ടും. And come and stand before the assembly and show how knowledgeable person you are. എന്നിട്ട് അസംബ്ലിയുടെ മുമ്പിൽ വന്ന് എത്രമാത്രം അറിവുള്ള ഒരു വ്യക്തിയാണെന്ന് അവരെ അറിയിക്കുക. He says, don't do like that. അങ്ങനെ അല്ല ചെയ്യേണ്ടത്. All of this is mentioned there or not? അതുവല്ല ഇവിടെ പറയുന്നുണ്ടോ? I think it is mentioned. You know how? Because in the messages today we don't see rebuke and reproof. അത് ഇവിടെ പറയുന്നു എന്നുള്ളതിന്റെ കാരണം ഇന്നത്തെ ദൂതുകളിൽ തർജ്ജനം ചെയ്യുകയോ പ്രബോധിപ്പിക്കുകയോ അഥവാ ശാസിക്കുകയോ ചെയ്യുന്നില്ല. No doctrine and no correction is being spoken openly. ഇത് ഉപദേശമോ അതുപോലെ തന്നെ ഗുണീകരണമോ പുറമേ പ്രസ്താവിക്കുന്നില്ല. That's why God's people, so-called God's people, have lived a diluted life, Christian life.
ആയതിനാൽ ഇന്നത്തെ ദൈവത്തിന്റെ ജനം ഒരു പൊരുവരുത്ത അഥവാ ഒരു ലഘൂകരിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമകളായിത്തീരുന്നു. That's why they are continuing in secret sins. അതുകൊണ്ടാണ് രഹസ്യ പാപങ്ങളോട് ചേർന്ന് അവരുടെ ജീവിതം മുമ്പോട്ട് പോകുന്നത്. That's why divorce is no more a problem for anybody. അതുകൊണ്ടാണ് വിവാഹമോചനം ഒരു സാധാരണ കാര്യമായി മാറിയിരിക്കുന്നത്. That's why lives of fornication and adultery are lived by many. അതുകൊണ്ടാണ് അനേക അധർമ്മമായിട്ട് ദുർമാർഗമായിട്ട് ജീവിക്കുന്നത്. Having been married for years, അനേക വർഷങ്ങളായിട്ട് വിവാഹിതരായതിനു ശേഷം their eyes are still wandering. അവരുടെ കണ്ണുകൾ എവിടെയോ ഓടുന്നു. Their eyes are not settled, not focused. അവരുടെ കണ്ണുകൾക്ക് യഥാർത്ഥമായിട്ടുള്ള കേന്ദ്രത്തിലേക്കല്ല പോകുന്നത്. You know why it is not being preached like that? ഇങ്ങനെ ശക്തമായിട്ട് ദൈവവചനം എന്താണ് പ്രസംഗിക്കാത്തതെന്നറിയാം. I myself live a compromised life. കാരണം എന്റെ തന്നെ ജീവിതം ഒരു എല്ലാവരുമായിട്ട് ഇഴകിപ്പോകുന്ന ഒരു ജീവിതമാണ്. He lives a compromised life. ഈ സഹോദരനും അങ്ങനെയാണ് ചെയ്യുന്നത്. In Hindi we have a saying. ഹിന്ദിയിൽ ഇങ്ങനെ പറച്ചിലുണ്ട്, Teri bhi chup, meri bhi chup. നീയും അടങ്ങിയിരിക്കും ഞാനും അനങ്ങാതിരിക്കാം. Very good. ഇരിക്കണം പിന്നെ. Yeah. We will say. That's what is happening. ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. And it's very sad, beloved. വളരെ ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ്. We have to come out of that. അതിൽ നിന്ന് നാം പുറത്തു വരണം. Hold the word of God. ദൈവവചനത്തെ മുറുകെ പിടിക്കാം. These last days, this is the need of the hour. ഇത് അന്ത്യകാലത്ത് അഥവാ അന്ത്യ നിമിഷത്തിൽ അതിന്റെ ആവശ്യകത ഇതാണ്. But when you do that, എന്നാൽ അത് നാം ചെയ്യുമ്പോൾ, Timothy, when you do that, തിമോത്തിയോസേ നീ ഇത് ചെയ്യുമ്പോൾ, when you rebuke, reprove and correct others, നീ പ്രബോധിപ്പിക്കുകയും ശാസിക്കുകയും മറ്റുള്ളവരെ തർജ്ജനം ചെയ്യുകയും ചെയ്യുമ്പോൾ, don't do it emotionally or passionately. അതൊരു വൈകാരികമായിട്ട് ഒരു അവസരത്തിൽ അങ്ങനെ ചെയ്യുവാൻ ഇടയാകരുത്. He says, do it with long suffering. വളരെ ദീർഘക്ഷമയോട് ചെയ്യണമെന്ന് ഇവിടെ കാണുന്നു. Do it patiently. വളരെ ക്ഷമയോട്. Teach the truth in love. സ്നേഹത്തിൽ സത്യത്തെ ഉപദേശിക്കുക. We can do that. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ കഴിയും. And that's what the matter of the charge should be observed, practiced in our life in these last days. ഈ അന്ത്യ നാളുകളിൽ നമ്മളുടെ ജീവിതത്തിൽ ഈ കൽപ്പനയുടെ ഉള്ളടക്കം അതിൽ അടങ്ങിയിരിക്കുന്നത് ഇങ്ങനെ നാം നമ്മെ തന്നെ പരിശീലിപ്പിക്കും. What is the motive of this charge? ഈ ആജ്ഞയുടെ ഈ കൽപ്പനയുടെ ഉദ്ദേശം എന്താണ്? Why is Paul talking this to Timothy? Why is he talking about this to Timothy? ഇത് ഈ തിമോത്തിയോസിനോട് എന്തുകൊണ്ടാണ് അറിയിക്കേണ്ടത്? What's the reason behind it? ഇതിന്റെ പിന്നിലെ കാരണം എന്താണ്? Verse 3 and 4 tells that. ഇതിന്റെ ഉത്തരം 3ഉം 4ഉം വാക്യങ്ങൾ. For the time will come when they will not endure sound doctrine, but after their own lust shall they heap to themselves teachers having itching ears, and they shall turn away their ears from the truth and shall be turned unto fables. അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾ കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. Why it is needed to preach the word, Timothy? തിമോത്തിയോസേ ഈ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കേണ്ടത് ആവശ്യം എന്താണ്? Because there are people who are preaching in the world. ലോകത്തിൽ പ്രസംഗിക്കുന്ന അനേകരുണ്ട്. But they are not preaching the word, they are preaching the fables, stories. അവരെ കിഴവിക്കഥകൾ കെട്ടുകഥകളാണ് ദൈവവചനത്തിന് പകരം പ്രസംഗിക്കുന്നത്. Because they are corrupting the things of God. ദൈവത്തിന്റെ വചനത്തോട് കൂട്ടുചേർക്കുന്നു. You show how incorruptible is God's word. ദൈവത്തിന്റെ വചനം ഒരിക്കലും കറവില്ലാത്തതാണെന്ന് നീ തന്നെ കാണിച്ചു കൊടുക്കുക. They are making errors in the word of God. ദൈവവചനത്തോട് അവരെ തെറ്റ് കൂട്ടിച്ചേർക്കുന്നു. You show how inerrant the word of God is. ദൈവവചനത്തിന് യാതൊരു മാറ്റവും ഇല്ല, അത് സത്യമാണെന്ന് നീ കാണിച്ചു കൊടുക്കുക. They do not honor the word of God and its teaching. ദൈവത്തിന്റെ വചനത്തെ മാനിക്കുകയോ അതിന്റെ ഉപദേശത്തെ പറയുകയോ ചെയ്യാതെ, but you through your preaching show how inspired and divine word God has given to us. മറിച്ച് നീ നിന്റെ ഉപദേശത്താലും പ്രസംഗത്താലും ദൈവത്തിന്റെ വചനം ദൈവം നൽകിയാണ്, ദൈവവിശ്വാസിയുമാണെന്നുള്ളത് അറിയിച്ചു കൊടുക്കുക. So there is a comparison between these two. ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ ഒരു താരതമ്യം ഇവിടെ കാണുന്നു. You and I are asked to preach doctrines in the last days. നമ്മൾ ഓരോരുത്തരും ദൈവത്തിന്റെ വചനത്തിന്റെ ഉപദേശം പ്രമാണത്തെ നാം അറിയിക്കണം. While they are preaching or teaching or telling stories and fables. എന്നാൽ മറുഭാഗത്തുള്ളവർ ഈ കിഴവിക്കഥകളും കെട്ടുകഥകളും പറയുന്ന സമയത്ത് they have mega and mega churches. വലിയ മെഗാ ചർച്ചസ് എന്ന് പറയുന്ന രീതിയിൽ ഉള്ള വലിയ ചർച്ചുകളുണ്ട്. But the Lord is pleased to dwell where 2 or 3 gathered together in his name. എന്നാൽ കർത്താവ് പ്രസാദിക്കുന്നത് അവന്റെ നാമത്തിൽ 2 or 3 പേർ എവിടെ കൂടുന്നോ അവരുടെ മധ്യത്തിൽ ആയിരിക്കാനാണ്. Well, there are 2 different concepts of that.
അതിനെക്കുറിച്ചും രണ്ട് വ്യത്യസ്ത ചിന്താഗതികളുണ്ട്. Many a time this 2 or 3 has limited us to only 2 or 3. നാം അത് വളരെ അതേ അർത്ഥത്തിൽ തന്നെ എടുക്കുകയും മിക്കവാറും 2-3 പേരെ കാണുകയുള്ളൂ. But the Lord is looking for those 2 or 3 who are sincere, good and committed godly believers.